welcome back to Mr.Tech Malayalam. Once more welcome back to Mr.Tech Malayalam. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സ്മാർട്ട് ഫോൺ അൺബോക്സിംഗ് ആണ്. ഒരു പ്രത്യേകതയുണ്ട്, നമ്മുടെ ചാനലിൽ ആദ്യത്തെ ഒരു സ്മാർട്ട് ഫോൺ അൺബോക്സിംഗ് ആണിത്. ഏതാണെന്ന് വെച്ചാൽ Huwaei Nova 3 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കുകയെന്ന് വെച്ചാൽ ഐസിൽക്കൻ്റെ 710 പ്രൊസസ്സറും, പിന്നെ ഇതിൻ്റെ കളർ ഇപ്പം ഞാനെടുത്തേക്കുന്ന കളർ ഈസ് പർപ്പിൾ എന്ന് പറഞ്ഞൊരു കളറാണ്. പിന്നെ ബാക്ക് ക്യാമറ 24 മെഗാ പിക്സൽ പ്ലസ് 2 മെഗാ പിക്സലും, ഫ്രണ്ട് ക്യാമറ 16 മെഗാ പിക്സൽ പ്ലസ് 2 ക്യാമറയാണ്. രണ്ടും ഡ്യുവൽ ക്യാമറയാണ്. പിന്നെ പറയാനുള്ളത് ഞാൻ എടുത്തിരിക്കുന്നത് 128 GB സ്പേസും പിന്നെ 4 GB റാമും ഉള്ള ഒരു ഫോണാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി പറയുന്നത് വെച്ചാൽ 3000 mAh ബാറ്ററി കപ്പാസിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കുറേ നാളുകൾക്ക് മുമ്പ് ഇറങ്ങിയ ഫോണാണെന്നൊക്കെ. പക്ഷേ ഇന്നും ഫോൺ നോക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഓരോരുത്തർ ഉപയോഗിച്ചവരോടൊക്കെ ചോദിച്ചിട്ടൊക്കെ ഒന്ന് എടുക്കുക. കാരണം ഈ ഫോൺ നന്നായി കേട്ട് പരിചയമുണ്ട്. എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ഈ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട്. നല്ലൊരു ഫോൺ തന്നെയാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഫോൺ എടുത്തത്. പിന്നെ അതിൻ്റെ പ്രൈസും ഒരു ലിമിറ്റഡ് ഒരു ചെറിയൊരു പ്രൈസൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ വാങ്ങാൻ താല്പര്യമൊക്കെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം, നോക്കാം. ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്ന ഫോണ് iPhone 5s ആണ്. പക്ഷേ ഞാൻ PUBG കളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫോൺ ഞാൻ മെയിനായിട്ട് വാങ്ങിയത്. കാരണം iPhone 5s തീരെ സ്പേസ് ഒട്ടും കിട്ടണില്ല, പറ്റ കുറവാണ്. 32 GB ആണ് അത്. പക്ഷേ ഫീലാവുന്നു PUBG കയറ്റാൻ തന്നെ ഭയങ്കര കഷ്ടപ്പാടും. കാരണം എന്തോ കുറേ ഇതൊക്കെ കളയാം. അപ്പം അതിന് വേണ്ടി തന്നെ ഞാൻ ഒരു ആൻഡ്രോയിഡ് ഫോൺ എടുത്തത്. ഇപ്പം 128 GB ഉണ്ട്, നന്നായി കളിക്കാൻ പറ്റും. നമ്മൾ നിങ്ങൾക്ക് ഇതിൻ്റെ അൺബോക്സിങ് പോയിട്ട് ഫോണിൻ്റെ മോഡലൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ ഫോണ് Huwaei Nova 3 അപ്പോൾ അൺബോക്സിങ്ങൊക്കെ പോണതിന് മുമ്പ് നമുക്ക് ഇതിൽ എന്തൊക്കെ എഴുതിയേക്കണമെന്നൊക്കെ ഒന്ന് നോക്കാം. Honor Nova 3 റാം 4 GB റോം 28 GB കളറൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് ഞാനിപ്പോൾ UAE എടുത്ത ഫോണാണ്. അവിടെ നിന്ന് രജിസ്റ്റർ ചെയ്ത ഈ TRA എന്നുള്ള എംബ്ലം ഇല്ലെങ്കിൽ വാങ്ങരുത്. കാരണം അതാണ് അവിടുത്തെ ഒരു സർട്ടിഫൈഡ് ചിഹ്നം. നമുക്ക് നേരെ അൺബോക്സിങ് ചെയ്യാം. ഞാൻ ആദ്യം ഈ മേലത്തെ കവറൊക്കെ ഒന്ന് അഴിക്കാണ്. അതിന് ശേഷം ഒരു സീല് നൽകിയിട്ടുണ്ട്, അതൊന്നും കീറിയെടുക്കാം. പെട്ടി തുറന്നാൽ നമുക്ക് ആദ്യം കിട്ടുന്നത് ഫോണാണ്, അതവിടെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്കൊരു ബോക്സ് കിട്ടുന്നുണ്ട്. ബോക്സിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സിം ഇജക്റ്റർ പിൻ കിട്ടുന്നുണ്ട് ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് സിമ്മൊക്കെ എടുക്കാൻ വേണ്ടി. പിന്നെ ഒരു യൂസർ മാനുവലാണ് കിട്ടുന്നത്. പിന്നെ ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ കിട്ടുന്നുണ്ട്. നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു സ്ക്രീൻ പ്രൊട്ടക്ടർ തന്നെയാണ് അവർ തന്നിരിക്കുന്നത്. പിന്നെ ഒരു കേസ് കിട്ടുന്നുണ്ട്. ട്രാൻസ്പെറൻ്റ് ആയ നല്ലൊരു ഫ്ലെക്സിബിൾ കേസാണ് അവർ നൽകിയിട്ടുള്ളത്. നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു കേസ് തന്നെയാണ്. പിന്നെ കിട്ടുന്നത് ഒരു ചാർജർ അഡാപ്റ്ററാണ്. ഒരു നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് തന്നെയാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ ഒരു USB ഡാറ്റ കേബിളാണ് ചാർജൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ലൊരു ഫാസ്റ്റ് ചാർജിങ്ങിന് വേണ്ടി. പിന്നെ ഒരു ഹെഡ്സെറ്റ് ഇയർഫോൺസ് നൽകിയിട്ടുണ്ട്. പിന്നെ ഒന്നുമില്ല. നമുക്ക് നേരെ ഫോണിലേക്ക് പോവാം. ഫോൺ എടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഫിനിഷിങ്ങിൽ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. നല്ല ലുക്കൊക്കെയാണ് കാണാൻ, ആ കളർ മിക്സിങ്ങിൻ്റെ ഒക്കെ. ആദ്യം നമുക്ക് ഈ മേലത്തെ ഒരു സ്റ്റിക്കർ ഒലിച്ച് കളയാം. അതുപോലെ തന്നെ ബാക്കിലും നമുക്ക് ഒലിച്ച് കളയാം.
നല്ലൊരു മിക്സിങ്ങിൽ നല്ല 2 കളർ നമുക്ക് എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബാക്കിൽ 2 ഡുവൽ ക്യാമറാസ് കാണാം, 24 മെഗാ പിക്സലും 2 മെഗാ പിക്സലിൻ്റെ. പിന്നെ ഒരു ഫ്ലാഷ് ലൈറ്റ്, പിന്നെ ഫിംഗർ പ്രിൻ്റ് ഫേസ്. അടിയിൽ നമുക്കൊരു ഹുവായി എന്ന് എഴുതിയിട്ട് നല്ലൊരു ഫിനിഷിങ് തന്നെ. സൈഡിൽ നമുക്ക് പവർ ബട്ടൺ കാണാം, പിന്നെ നമുക്ക് വോളിയം അപ്പും വോളിയം ഡൗണും ഉള്ള ബട്ടണും കാണാം. പിന്നെ മേൽഭാഗത്തായിട്ട് ഡുവൽ ക്യാമറാസ്, ഫ്രണ്ട് ഡുവൽ ക്യാമറാസ്, പിന്നെ സൈഡിൽ സിം പോർട്ട് എല്ലാം നമുക്ക് കാണാൻ കഴിയും. നല്ലൊരു ഫിനിഷിങ് തന്നെയാണ്. പിന്നെ അടിഭാഗത്തായിട്ട് ചാർജിങ് പോർട്ട്, സ്പീക്കർ, പിന്നെ ഇയർഫോൺ പോർട്ട് എല്ലാം നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓണാക്കി നോക്കാം. ഓണാക്കുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചത് അവരുടെ ചിഹ്നം വരുമെന്നാണ്. കാരണം ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്ന ഹുവായി ഉപയോഗിച്ചപ്പോൾ അവരുടെ ചിഹ്നമാണ് ആദ്യം വന്നിരുന്നത്. ഇപ്പം വെറുതെ ഹുവായി എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഓണാവുന്നുണ്ട്. ഓണായതിനു ശേഷം ഞാനതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഗൈസ് എല്ലാവരും അൺബോക്സിങ് കണ്ടെന്ന് ഞാനിപ്പോൾ എല്ലാവർക്കും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫിംഗർ പ്രിന്റും ഫേസ് ലോഗൊക്കെ പെട്ടെന്നാവുന്നുണ്ട്. നൈസ് ഫോണാണ്. ഇപ്പം ഞാൻ ഒരു കവർ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം ഫ്രീ കിട്ടിയ കവറാണ്. വായിക്കാരനെ കൊടുക്കുന്നതാണ് മാജിക് കേസ് എന്ന് തന്നെ പറയുന്നത്. കവർ വേണ്ടിയിട്ടൊന്ന് കാണിച്ചു തരാം. നല്ലൊരു ഫിനിഷിങ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ലൊരു ഫിനിഷിങ്, പർപ്പിളും ബ്ലൂവും തമ്മിലുള്ള മിക്സിങ് ടൈപ്പ് ഒരു ഫിനിഷിങ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ റിവ്യൂ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം കുറേ യൂട്യൂബേഴ്സ് ഇതിൻ്റെ റിവ്യൂ ഒക്കെ ഇട്ട് കഴിഞ്ഞതാണ്. കാരണം ഇത് കുറച്ച് നാളുകൾ മുമ്പ് ഇറങ്ങിയ ഫോണാണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ റിവ്യൂ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റിനനുസരിച്ചായിരിക്കും ഞങ്ങൾ ഇത് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയ സപ്പോർട്ട് ഇനിയും കിട്ടണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. പിന്നെ പരമാവധി ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ അപ്പോൾ അതുപോലെ ബെല്ലൈക്കൺ അമർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.